ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. നിർത്തിപ്പോയിക്കോടെ നിൻ്റെ കോമാളി ഷോ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി കിട്ടിയ കോംപ്ലിമെൻറ്റ്. എൻ്റെ ആദ്യ വീഡിയോയിൽ തുടങ്ങി ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആകെ സംസാരിക്കാൻ മാത്രം അറിയാവുന്ന ഞാൻ ആദ്യമായി വീഡിയോകൾ ഇട്ട് തുടങ്ങിയത് ഫേസ്ബുക്കിലാണ്. അതും കൂട്ടുകാരൻ്റെ ഒരു മോട്ടറോള ഫോണിൽ. ഏകദേശം 6 വർഷം മുന്നേ തുടങ്ങിയ യാത്രയിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു വണ്ടി ഫീൽഡിൽ ഞാൻ എത്തിപ്പെട്ടു. ആകെ ചെറുപ്പത്തിലെ കുറച്ച് തവണ ലൈൻ ബസ്സിൽ കയറിയിട്ടുള്ള പരിചയം മാത്രമേ എനിക്ക് ബസ്സിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കളിയാക്കലും പുച്ഛവും പരിഹാസവും കേട്ടപ്പോൾ എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ചെടുക്കണമെന്ന്. അങ്ങനെ ബസ്സിനെ കുറിച്ച് ഞാൻ പഠിക്കുകയും ചെയ്തു. നിരന്തരം വീഡിയോകൾ ചെയ്ത് ഈ ഒരു പ്ലേ ബട്ടൺ നാട്ടിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം വന്നു. നമ്മൾ കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ കഷ്ടപ്പെടുന്നത് ആരൊക്കെ കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണുമെന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ക്ലബ് എഫ്എമ്മിൻ്റെ ഫ്ലോറിൽ ഒരു ഗസ്റ്റായിട്ട് പോകാനൊക്കെ എനിക്ക് സാധിച്ചു കേട്ടോ. ഈ കാലയളവിലെല്ലാം തന്നെ ജോലിയോടൊപ്പം തന്നെയാണ് ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്യാമറയോ ഒരു നല്ലൊരു ഫോണോ വാങ്ങണമെന്നുള്ള അതിയായ ആഗ്രഹം മൂത്തിട്ടാണ് അവസാനം ഒരു ഫോൺ വാങ്ങിയത്. അവിടെ നിന്ന് 2024 മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും തന്ന വർഷം. ഒരു സത്യം പറയാലോ, എൻ്റെ മോട്ടിവേഷൻ ഞാൻ തന്നെയാണ്. എനിക്കെപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇഷ്ടം. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്താണോ അത് വെച്ച് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ എന്തായാലും എന്നെ കളിയാക്കിയവരോടും പരിഹസിച്ചവരോടും അവഗണിച്ചവരോടൊക്കെ തന്നെ സ്നേഹം മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും മുന്നോട്ട് നിങ്ങളും ചെയ്യുക, ട്രൈ ചെയ്യുക, നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും കേട്ടോ.